Good morning, students. Welcome back to another session of the Accounting for Management. Last class we discussed coverage ratios, and there are three coverage ratios: interest coverage ratio, dividend coverage ratio, and total coverage ratio. Finally, interest coverage ratio ആണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ്. അപ്പോൾ നോക്കാം എന്താണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ നോക്കാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പറഞ്ഞ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനുള്ള എബിലിറ്റി ഫോമിനുണ്ടോ എന്ന് നോക്കുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാരീസ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതൊരു ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് ക്യാരി ചെയ്യുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? പ്രിഫറൻസ് ഷെയർ ആണ് അല്ലേ? പ്രിഫറൻസ് ഷെയറിന് ഒരു കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ, അതാണ് സ്ഥിതി അല്ലേ? അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കൊടുക്കേണ്ട ഷെയർ. അപ്പോൾ അവർക്ക് ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കൊടുക്കാനുള്ള ഫേമിൻ്റെ എബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണേത്? ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ടാക്സ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ? അപ്പോൾ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് അല്ലേ, ആ പ്രോഫിറ്റിനെ ടോട്ടൽ ഡിവിഡൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്ന റേഷ്യോ ആണ് ഇത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അപ്പോൾ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏണിംഗ് ആഫ്റ്റർ ടാക്സ് EAT അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PAT എന്ന് കാണാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണോ അതാണ്, അതുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. This ratio is calculated in relation to earning after tax. It reveals the safety margin available for the preference shareholders. Standard ratio is generally taken as 2 times. ഇത് ടൈംസിലാണ് റേഷ്യോ പറയുക. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2 times ആണ്. ഹയർ ദി കവറേജ് റേഷ്യോ ദ ബെറ്റർ ഈസ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വ്യൂവിൽ ഹയർ റേഷ്യോ ആണ് പ്രിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം നോക്കാം. The operating profit of a limited after charging interest on debentures and tax is rupees 1,60,000. The amount of interest is rupees 40,000 and provision for taxation is 80,000. Calculate the dividend coverage ratio if the amount is dividend is rupees 50,000. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം തന്നെയാണ് അല്ലേ? ടാക്സും ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് 1,60,000 ആണെന്ന് പറയുന്നു. ദെൻ ടാക്സ് എമൗണ്ട് 80,000ഉം ഇൻട്രസ്റ്റ് 40,000ഉം ആണെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് അല്ല, ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചു കൂട്ടണം. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,60,000 ആണ്, പ്ലസ് ഇൻട്രസ്റ്റ് 40,000. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2 lakh ആണ്. ടാക്സ് മാത്രം കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുക? ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കാണുക. അപ്പോൾ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് ആണ്. അതായത് 2 lakh ഡിവൈഡഡ് ബൈ 50,000. പ്രിഫറൻസ് ഡിവിഡൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 50,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ 50,000നെ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നതാണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് 2 lakh ഡിവൈഡഡ് ബൈ 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 times. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2 times ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹയർ റേഷ്യോ ആണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് ആണെന്ന് പറയാം. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ, ദ റേഷ്യോ ഈസ് 4 times. ദിസ് മീൻസ് ദ കമ്പനി ഹാവ് ദ എബിലിറ്റി ടു പേ ഓഫ് ഇറ്റ്സ് പ്രിഫറൻസ് ഡിവിഡൻഡ്. It reveals the greater margin of safety to the preference shareholders as the ratio is above standard. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ എന്താണ്? ഗ്രേറ്റർ മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് എന്ന് പറയാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുള്ള, അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിനാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. അപ്പോൾ ഹയർ മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 4 പ്രാവശ്യം കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളെ കയ്യിലുണ്ടല്ലേ? പ്രിഫറൻസ് ഡിവിഡൻഡ് 4 പ്രാവശ്യം കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഗുഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കവറേജ് റേഷ്യോ ഞാൻ പറഞ്ഞു 3 കവറേജ് റേഷ്യോ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്, ഇപ്പോൾ പറഞ്ഞത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ദെൻ ലാസ്റ്റ് വൺ ടോട്ടൽ കവറേജ് റേഷ്യോ. ഇതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
ടോട്ടൽ കവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് ചാർജ് കവറേജ് റേഷ്യോ. ഫിക്സഡ് ചാർജ് കവറേജ് റേഷ്യോ എന്നും കൂടി ഇതിന് പറയും. ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു സർവീസ് ഓൾ ഫിക്സഡ് ഒബ്ലിഗേഷൻ ഔട്ട് ഓഫ് ഇറ്റ്സ് ഏണിങ്സ്. അപ്പോൾ അതായത് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും രണ്ടും എന്താണ്? നമ്മൾ ഔട്ട്സൈഡ് ലാബിലിറ്റി ആണ്. ദെൻ ഫിക്സഡ് ചാർജ് ആണ് അല്ലേ, ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ എല്ലാ ചാർജസിനും കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ നോക്കുന്ന റേഷ്യോ. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ നോക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ നോക്കുന്നത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ദെൻ ടോട്ടൽ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും അങ്ങനെയുള്ള എല്ലാ ഫിക്സഡ് ചാർജസും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്ന റേഷ്യോ ആണ് ടോട്ടൽ കവറേജ് റേഷ്യോ. അതാണ് ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു സർവീസ് ഓൾ ഫിക്സഡ് ഒബ്ലിഗേഷൻ ഔട്ട് ഓഫ് ഇറ്റ്സ് ഏണിങ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന്. ദ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ലീസ് പേയ്മെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിക്സഡ് ആയിട്ട് കൊടുക്കാനുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളും നമുക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കുന്ന റേഷ്യോ ആണ് ടോട്ടൽ കവറേജ് റേഷ്യോ. This ratio reflects the overall ability of a firm to service outside liabilities. ഔട്ട്സൈഡ് ലാബിലിറ്റീസിനെ വളരെ കൃത്യമായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് അവരെ എന്താണ് നമ്മളെ ഔട്ട്സൈഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കടം തന്ന ആളുകളാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ് അല്ലേ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ, അവരുടെ സർവീസിന് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുന്ന റേഷ്യോ ആണ് ടോട്ടൽ കവറേജ് റേഷ്യോ. ടോട്ടൽ കവറേജ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജ്. അപ്പോൾ രണ്ട് കോമ്പോണൻ്റ് ആണ് ഇവിടെ ഉള്ളത്, EBIT ആൻഡ് ടോട്ടൽ ഫിക്സഡ് ചാർജസ് ആണ്. EBIT മീൻസ് പ്രോഫിറ്റ് ഓർ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ടോട്ടൽ ഫിക്സഡ് ചാർജസിൽ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റും ഡിവിഡൻഡ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഡിബഞ്ചർ, പ്രിഫറൻസ് ഡിവിഡൻഡ്, ലീസ് പേയ്മെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വരും. അപ്പോൾ എല്ലാ ഒബ്ലിഗേഷൻസും ഔട്ട്സൈഡേഴ്സിനായിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ഫേമിനുണ്ടോ ഇല്ലയോ നോക്കുന്ന റേഷ്യോ ആണ് ടോട്ടൽ കവറേജ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ 2 ടൈപ്പ് റേഷ്യോസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു. അതിൽ 3 റേഷ്യോസ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ കാരണം നിങ്ങൾക്കിത് ഓർമ്മ ഉണ്ടാവണം, ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷനും അതിൽ വരുന്ന റേഷ്യോസും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. അതിനാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ലിക്വിഡിറ്റി റേഷ്യോസിൽ നമ്മൾ 3 റേഷ്യോസ് ആണ് പറഞ്ഞത്. കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ ആൻഡ് സൂപ്പർ ക്യുക്ക് റേഷ്യോ പറഞ്ഞു. ദെൻ ലിവറേജ് റേഷ്യോയിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോസും. സ്ട്രക്ചറൽ റേഷ്യോസിൽ ഒരു 6ഓളം റേഷ്യോസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ദെൻ ഫിക്സഡ് അസറ്റ് റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, അങ്ങനെ കുറേ റേഷ്യോസ്. ദെൻ രണ്ടാമത്തെ റേഷ്യോ ആണ് കവറേജ് റേഷ്യോ. അതിൽ 3 റേഷ്യോസ് പറഞ്ഞു, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ടോട്ടൽ കവറേജ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നാച്ചുറിൻ്റെ ബേസിലുള്ള 2 ക്ലാസിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.